ഹായ്, ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പെരി പെരി ചിക്കന് ഓവനും ഗ്രില്ലും ഇല്ലാണ്ട് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ചിക്കൻ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു കഷ്ണം പട്ടയും ഒരു മാഗി ക്യൂബും ചേർത്ത് പൊടിച്ചെടുത്ത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കൈപ്പിടി പുതിനയിലയും ഒരു കൈപ്പിടി ചപ്പും ഒരു ലെമണിൻ്റെ ജ്യൂസും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതും കൂടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാല ചിക്കനിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സിമ്മിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ആ സമയം നമുക്ക് സോസ് റെഡിയാക്കാം. 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. സോസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് സോസ് ഒഴിച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് എല്ലാ വശത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. 2 ചിക്കൻ്റെ മുകളിലും ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മറുവശത്ത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. സിമ്മിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ചും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു വലിയ പാനിലേക്ക് എടുത്തു വെക്കാം. വലിയൊരു പാനിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നടുവിലായിട്ട് ചാർക്കോള് കത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിരട്ടി കത്തിച്ച് വെച്ച് കൊടുത്താലും മതി. ഇതിൻ്റെ മുകളിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പാൻ ഒന്ന് മൂടി വെച്ച് ഒരു സ്മോക്കി സ്മെല്ല് വരുത്തുന്നുണ്ട്. കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള പെരി പെരി ചിക്കനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.